ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഊഷ്മളമായ സ്വീകരണമാണ് വൈസ് ചാൻസലർ അടക്കമുള്ളവർ നൽകിയത്. തുടർന്ന് നടന്ന സെനറ്റ് യോഗത്തിൽ ഗവർണറും വൈസ് ചാൻസലറും ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങളും ജീവനക്കാരും ലഹരിക്കെതിരെ മുദ്രാവാക്യം എഴുതിയ മേൽക്കുപ്പായം ധരിച്ചാണ് പങ്കെടുത്തത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ നിർവഹിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലഹരിക്കെതിരെ പോരാടാൻ തയ്യാറാക്കിയ സമഗ്ര പദ്ധതി രേഖ പ്രകാശനം ചെയ്യുകയും ചെയ്തു. ലഹരിക്കെതിരെ സർവകലാശാലകൾ മുന്നിട്ടിറങ്ങണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി പിറകെയുണ്ടാകുമെന്നും സെനറ്റിനെ അഭിസംബോധന ചെയ്ത ചാൻസലർ കൂടിയായ അദ്ദേഹം പറഞ്ഞു. For them, yes, beta, my son, I was part of this movement of eradication of drugs. I was part of it, and I did it. This movement has to be spread now. It cannot be just restricted to our campus, our classes. It has to come out. It has to be the movement for the society, movement of the people there. They should feel so. And I am 100% sure people will not say, society will not say no to us. They will join our campaign. പദ്ധതിക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഗവർണർ പറഞ്ഞു. ലഹരിക്കെതിരെ കർശനമായ നടപടികൾ, ബോധവൽക്കരണം, AI ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ സാങ്കേതികമായ നിരീക്ഷണം, പുനരധിവാസം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പദ്ധതി. സമൂഹത്തിനാവശ്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് വേണ്ടതെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ചാൻസലർ ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങളും ജീവനക്കാരും ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.